ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് ഡീറ്റെയിൽഡ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ പച്ചരിയോ ചോറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് അപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം, ചൂടുവെള്ളം ഒന്നല്ല. ആദ്യം ഒന്ന് കട്ടിയില്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുക്കുക. നല്ലോണം കലങ്ങിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1 കപ്പ് വറുത്തരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കണത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ചെറിയൊരു ചൂടോടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ പൊങ്ങി വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈസ്റ്റാണ്. 1/2 ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ഇട്ടാൽ മതി. ഈസ്റ്റ് ഇടാത്ത അപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി അടച്ച് മാറ്റി വയ്ക്കുക. നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു 1-1.5 മണിക്കൂർ മാക്സിമം എടുക്കും. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് പൊങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. സാധാരണ അപ്പം ഉണ്ടാക്കണ പോലെ. അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. വലിയ അപ്പം വേണമെങ്കിൽ 2 തവി മാവ് ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഹോൾസ് വരുമ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ അപ്പം കിട്ടും. ചിലർക്ക് ഇങ്ങനെ മൊരിഞ്ഞ അപ്പം അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതേ അപ്പം മാവ് കൊണ്ട് നമുക്ക് നല്ല പൂ പോലുള്ള പൂവപ്പം ഉണ്ടാക്കിയെടുക്കാം. പൂവപ്പം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നമ്മൾ ഇതുപോലെ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒരു പൂവിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലഫി ടേസ്റ്റി ആയിട്ടുള്ള പൂവപ്പം കിട്ടും കേട്ടോ. അപ്പോൾ പല രീതിയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. പിന്നെ ഈസ്റ്റ് ഹെൽത്തി അല്ല എന്നൊക്കെ പലരും പറയും. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കണം. നമ്മൾ ഏത് കപ്പിലാണോ പൊടി ഇളക്കുന്നത് ആ കപ്പിൽ തന്നെ വെള്ളവും ബാക്കി കാര്യങ്ങളും അളന്നെടുത്താൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഒട്ടും ഫെയിലാവാത്ത നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. നമ്മൾ പണ്ട് ഈ കല്യാണം വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന അപ്പമില്ലേ, അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. മുട്ട റോസ്റ്റും നല്ല ടേസ്റ്റാണ്. വെജ് സ്റ്റൂ ആണെങ്കിലും അടിപൊളിയാണ്. എല്ലാ കറിയുടെയും കൂടെ നല്ല ടേസ്റ്റിൽ പോകുന്ന ഒരു അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.